ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴവും ഗോതമ്പൊടിയും കൊണ്ടൊരു കിടിലൻ ഇളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ഏത്തയ്ക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്കയാണ്. ഇനി ഫ്ലേവറിന് വേണ്ടി നമുക്ക് ജീരകമോ അല്ലെങ്കിൽ ഏലക്കയോ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് 2 ഏലക്ക ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായി പഞ്ചസാരയോ ശർക്കരയോ എടുക്കാം. ഞാനിവിടെ ശർക്കര പാനിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു അരമുറി തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അരമുറി തേങ്ങ ചിരകിയത്. തേങ്ങ വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന മൈദയോ ഗോതമ്പൊടിയോ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു പാത്രത്തിൽ 2 പാത്രം ഗോതമ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു 10-12 ഇലയപ്പത്തിനുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മധുരത്തിലാണ് ഈ ഇലയപ്പം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാരയല്ല ശർക്കരയാണ് ഒഴിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ശർക്കര പാനി ആയതുകൊണ്ട് വെള്ളം അഡീഷണൽ ചേർക്കുന്നില്ല. നിങ്ങൾ ശർക്കര ചിരകിയതിടുകയോ അല്ലെങ്കിൽ പഞ്ചസാര ഇടിച്ചെന്ന് വെള്ളം കൂടെ ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനൊരു പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി വരുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ, എന്നാലേ ഇത് മിക്സ് ആകത്തുള്ളൂ. തണ്ടേ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കണം, അതാണ് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ സ്റ്റീമറോ വെച്ച് വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം. അടച്ചു വെക്കാമേ, അന്നേരം ആവി വരും. ഈ സമയം കൊണ്ട് നമുക്ക് ഇലയിലേക്ക് ഇത് പരത്തിയെടുക്കാം. ഇലയപ്പമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. വട്ടയില വേണമെങ്കിൽ ഉപയോഗിക്കാം, വാഴയില വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വാഴയിലാണ് എടുത്തേക്കുന്നത്. ഓരോ ഉരുള വീതം എടുത്തിട്ട് പതുക്കെ കുറച്ച് വെള്ളം തൊട്ട് പതുക്കെ അതിൽ മൊത്തം ആ ഇലയിൽ മൊത്തം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് അത് നല്ല നൈസായിട്ട് പരത്തുന്നതാണ് നല്ല, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിപ്പോൾ തിന്നാനൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇതാണ് കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് വീതം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി. അപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവിയും വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്ന് വീതം എടുത്തെടുത്ത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെച്ചാലും മതി. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് സെറ്റാക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് സമയമാണ് എടുത്തത്. കണ്ടോ, നന്നായിട്ട് ആവി വരുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇല പൂർണ്ണമായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നമ്മുടെ ഇലയപ്പം എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണം വരുന്നുണ്ട് ആ ഏത്തപ്പഴത്തിൻ്റെ ഏലക്കയുടെയൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.